നമസ്കാരം പ്രിയപ്പെട്ടവരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള RPF അഥവാ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ അണ്ടറിലായിക്കൊണ്ട് കോൺസ്റ്റബിൾസ് ആൻഡ് സബ് ഇൻസ്പെക്ടേഴ്സ് എന്നീ തസ്തികളിലായിട്ട് ഏകദേശം 4660 ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശം 21,400 രൂപ മുതൽ 35,400 രൂപ വരെ മാസ സാലറി ലഭിക്കാവുന്ന ജോലിയാണിത്. ഓൺലൈൻ വഴി ആയിക്കൊണ്ട് 14/5/2024 മുമ്പായിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിശദ വിവരങ്ങളെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ജോലി ആഗ്രഹിക്കുന്ന ചെറിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലായിട്ട് വരുന്ന RPF അഥവാ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ കീഴിലായിക്കൊണ്ട് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 4208 വേക്കൻസിയും സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 452 വേക്കൻസികളുമായിട്ട് ടോട്ടൽ 4660 വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിളിന് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കും സബ് ഇൻസ്പെക്ടേഴ്സിന് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കുമാണ് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും PWD അഥവാ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 വർഷം വരെയൊക്കെ ഏജിന്റെ കാര്യത്തിൽ അപ്പർ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർക്ക് ഡിഗ്രി പാസ്സായിരിക്കുക എന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റബിളിന് 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക എന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഈ ഒരു ജോലിയുടെ സെലക്ഷൻ പ്രോസസ്സ് 3 സ്റ്റേജുകളിലായിട്ടാണ് ഉണ്ടായിരിക്കുക. ഒന്നാമത്തേത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, രണ്ടാമത്തേത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, മൂന്നാമത്തേത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. അരിത്തമെറ്റിക് വിഭാഗത്തിൽ 35 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് വിഭാഗത്തിൽ 35 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും, ജനറൽ അവയർനെസ്സിൽ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ടോട്ടൽ 120 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ഉണ്ടായിരിക്കുക. ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൽ നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടായിരിക്കണം, എത്ര ചെസ്റ്റ് ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് റണ്ണിങ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ട അപ്ലിക്കേഷൻ ഫീയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ OBC EWS വിഭാഗത്തിന് 500 രൂപയും SC/ST PWD വിഭാഗത്തിന് 250 രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലികളുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് 14/5/2024 മുമ്പായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.rpf.indianrailways.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തുള്ള ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ചെറിയ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോലി അവസരമാണിത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ട ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ദിവസവും ലഭിക്കാനായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.